പൊന്നാനിയിൽ മുസ്ലിം ലീഗിൽ നിന്ന് കൂടി തനിക്ക് വോട്ട് ലഭിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി KS ഹംസ. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ED ചോദ്യം ചെയ്തത് ലീഗിലെ ഒരു വിഭാഗത്തിന് നടപടി കാരണമാണ്. ഇത് ചോദ്യം ചെയ്തതുകൊണ്ടാണ് തനിക്കെതിരെ നടപടി ഉണ്ടായത്. ഇതെല്ലാം മനസ്സിലാക്കുന്ന ലീഗുകാർ തനിക്കൊപ്പം നിൽക്കും. സമദാനി നല്ലൊരു പ്രഭാഷകനാണ്, നല്ലൊരു രാഷ്ട്രീയക്കാരനാണോ എന്ന് നാട്ടുകാർ പറയട്ടെ. താൻ എപ്പോഴും വിളിപ്പുറത്ത് ഉണ്ടാകുന്ന മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാണെന്നും ഹംസ ന്യൂസ് 18നോട്. പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി KS ഹംസ പ്രചാരണത്തിരക്കിലാണ്. അതിനിടയിലും അദ്ദേഹം നമ്മോടൊപ്പം അല്പസമയം പങ്കുവെക്കുകയാണ്. ഇപ്പോൾ പ്രചരണത്തിൽ വരുമ്പോഴും മുമ്പേയാണോ? വളരെ മുമ്പിലാണ്. കേരളം ശരിക്കും രാഷ്ട്രീയമായി ഒരു തെരഞ്ഞെടുപ്പിന് ഉണർന്നിട്ടില്ല. പക്ഷേ പൊന്നാനി കാലേക്കൂട്ടി സജ്ജമായി. വളരെ മുമ്പേ പൊന്നാനി ഒരുങ്ങി. ഞങ്ങൾ ആദ്യഘട്ടം എന്ന നിലക്ക് 6 അസംബ്ലി സെഗ്മെൻറ്റ്സും ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ഇതടക്കം ഇനി ഒരു മണ്ഡലം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നാളത്തോടുകൂടി അതും ഫിനിഷ് ചെയ്യും. വളരെ നേരത്തെ തുടങ്ങാനായതുകൊണ്ട് മണ്ഡലത്തിലെ മുക്കുമൂലിൽ നമ്മൾ എത്തുന്നു എന്നുള്ള ഉറപ്പാക്കാൻ പറ്റൂലേ? അത് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന കാര്യം. അവൈലബിൾ MP എന്നുള്ളതാണ്. അത് മുക്കിലും മൂലയിലും അവൈലബിളായ MP എല്ലായിടത്തും ഞങ്ങൾ പ്രചരണത്തിനുണ്ടാവും. പ്രചരണം കഴിഞ്ഞാലും ഉണ്ടാവും, വിജയിച്ചാലും ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണ് വോട്ടർമാരോട് പറയുന്നത്? വോട്ടർമാരോട് പറയാനുള്ളത്, ആദ്യം വോട്ടർമാർക്ക് ഒരു ആശങ്കയുണ്ട്. സത്യത്തിൽ ഇവിടുത്തെ വോട്ടർമാർക്ക് ഒരു തരം അരാഷ്ട്രീയ ചിന്തയൊക്കെ ബാധിച്ച പോലെ ആയിട്ടുണ്ട്. രാഷ്ട്രീയത്തോടെ തന്നെ എന്തോ ഒരു തരം വിമുഖത കാണിക്കുന്ന ഒരു സ്വഭാവം അറിയാതെ കയറി വന്നിട്ടുണ്ട്. കാരണം ഇത് തെരഞ്ഞെടുപ്പൊക്കെ ഒരു കമേഴ്ഷ്യലൈസ് ചെയ്ത് എന്തൊക്കെയോ ആക്കി മാറ്റിയിരുന്നു. ജയിച്ച ആളുകൾ പിന്നെ കാണുന്നില്ല, പിന്നെ പിറ്റത്തെ തെരഞ്ഞെടുപ്പിനെ കാണുന്നുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു. ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ സംതിങ് ഡിഫറൻസ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, ഈ സ്വതന്ത്രന്മാരുടെ വേഷം കെട്ടി വരുന്നില്ല. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനൊരു ധീരതയും ധൈര്യവും കാണിച്ചിട്ടുണ്ട്. ഒന്ന്, അത് അവർ ഏറ്റെടുത്ത് കഴിഞ്ഞു. രണ്ടാമത്, അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന് ജയിക്കുകയും ചെയ്യും, ജയിച്ചാൽ മണ്ഡലത്തിൽ അവൈലബിൾ ആവും എന്ന് അവർക്കൊരു പ്രതീക്ഷ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യഘട്ട വിജയം. 47 വർഷമായിട്ട് ലീഗിൻ്റെ സ്വന്തം മണ്ഡലമാണ്. അത് എങ്ങനെ കാണുന്നു അതിനെ? അവരൊരു പൊന്നാപുരം കോട്ടയൊക്കെയായിട്ട് പൊന്നാനെ വിശേഷിപ്പിക്കുന്നവർ. തകരാത്ത കോട്ടകൾ ഏതാണുള്ളത്? ഒരു തകരാത്ത കോട്ടയില്ല. 25,000 23,000 വോട്ടിനല്ലേ കഴിഞ്ഞ മുമ്പത്തെ തവണ പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ നോക്കണ്ട, അതൊരു കുത്തൊഴുക്ക, രാഹുൽ തരംഗത്തിൻ്റെ ഒരു കുത്തൊഴുക്കാണ്ടായിരുന്നത്. അതിനു മുമ്പ് 23,000 വോട്ടിൻ്റെ ഉള്ളൂ മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സംഘപരിവാറിന് അധികാരത്തിന് താഴെ ഇറക്കിയാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയാണ് വരാനുള്ളത്. ആ ഒരു അനുകൂലം കൂടി ഉണ്ടായിരുന്നു. അത് ഉണ്ടായിട്ട് കൂടി 23,000 വോട്ടേ ഉണ്ടായിട്ടുള്ളൂ.